ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യമായി ഓണാശംസകൾ. ഈ വരുന്ന ഓണം എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ ഓണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു ആഘോഷം കൂടിയാണ്. വർണ്ണാഭമായിട്ടുള്ള ഓണം. പുതുവസ്ത്രമുണ്ട്, അത്തമുണ്ട്, അല്ലേ? ഈശ്വരാരാധനയുണ്ട്. മുഹൂർത്തങ്ങൾ ധാരാളം വരുന്ന, പൊതുവേ മുഹൂർത്തങ്ങൾ ധാരാളം വരുന്ന ഒരു മാസമാണ് ചിങ്ങം. എല്ലാ കാര്യങ്ങളും ആരംഭിക്കുവാൻ പറ്റിയൊരു മാസം കൂടിയാണ് ചിങ്ങം. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു മാസമാണ്. പൊതുവേ ഒരു സന്തോഷം, ഓപ്റ്റിമിസം ഒക്കെ വരുന്ന ഒരു മാസമാണ്. പ്രതീക്ഷയോടുകൂടി ഒരു മലയാള വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മാസം കൂടിയാണ് ചിങ്ങം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാന്യപ്രേക്ഷകർ ഈശ്വരാരാധനയോടുകൂടി, പ്രാർത്ഥന നിർഭരമായിട്ടുള്ളൊരു മനസ്സോടുകൂടി, സമർപ്പണ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോവുക. കഴിഞ്ഞ കാലങ്ങളൊക്കെ മാറ്റിവെച്ച്, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്ത് അതൊക്കെ മാറ്റിവെച്ച് ഈശ്വരാരാധനയോടുകൂടി, പ്ലാനിങ്ങോടുകൂടി, വ്യക്തമായിട്ടുള്ളൊരു ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട്, വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. വിജയത്തിലേക്ക് എത്തുവാനുള്ള പാത, ആ ഒരു വഴി ഭഗവാൻ കാണിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അതുണ്ടാവും. നമ്മുടെ പ്രാർത്ഥന സഫലമാകും. വേണ്ട രീതിയിൽ തന്നെ സമർപ്പണ മനോഭാവത്തോടെ, ശ്രദ്ധയോടെ, ഭക്തിയോടെ, വ്രതാനുഷ്ഠാനത്തോടെ, ക്ഷേത്ര ദർശനത്തോടുകൂടി ഈ മലയാള പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞു. ഓണത്തെ നമുക്ക് സ്വീകരിക്കാം, ആഘോഷമാക്കാം. ആ ആഘോഷം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ഒരു യാത്രയുടെ ആഘോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ശമ്പള കൂടുതലോ പ്രമോഷനോ ഒക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം മാറ്റങ്ങൾ, പുതിയ ജോലി, പുതിയ MNC പ്ലേസ്മെൻറ്റ്, വിദേശ ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പണമോ കോസ്റ്റ്ലി പ്രസൻസോ ലഭിക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഈ വാരം കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്കും നല്ലൊരു വാരമാണ്. പ്രാർത്ഥനയോടുകൂടി വിവാഹത്തിനായി ശ്രമിക്കുക. കുറച്ചു കാലമായിട്ട് വിവാഹത്തിന് തടസ്സം ഒക്കെ വന്നിട്ടുള്ളവർക്കും അനുകൂലമായിട്ടുള്ള വാരമാണ്. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ബേസിക് ഹൊറോസ്കോപ്പിൽ ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ കൂടി അനുഷ്ഠിക്കാം എന്നുണ്ടെങ്കിൽ വിവാഹത്തിലെ തടസ്സം പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും. സന്തതിയുടെ ജനനം ഒക്കെ വരുവാൻ ഭാഗ്യമുള്ള, കുടുംബത്തിൽ ചെറിയ ആഘോഷങ്ങൾ, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, ഇതൊക്കെ ഈ വാരം കാണുന്നുണ്ട്. ആഘോഷപൂർണ്ണമായിട്ടുള്ള പിക്നിക്കോ യാത്രകൾ കൊണ്ട് മനസ്സിന് സന്തോഷവും, കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന മനസ്സിൻ്റെ വിഷമം ഒന്ന് മാറ്റി വയ്ക്കുവാനുള്ള ഒരു സാഹചര്യവും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ഓം ഗണേശായ നമഃ, ഓം ഗൗരീപുത്രായ നമഃ, ഓം സ്കന്ദാഗ്രജായ നമഃ, ഓം അവ്യയായ നമഃ. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. എല്ലാ രാശിക്കാരിലും എത്ര അനുകൂലമായിട്ടുള്ള ഫലം വന്നാലും ജാതകത്തിലെ ദശാഭാരങ്ങൾ അനുകൂലമല്ല എങ്കിൽ ചില ചെറിയ പ്രയാസങ്ങൾ വരാം. എന്ന് മാത്രമല്ല, പഴയ ബാധ്യതകൾ, വളരെയധികം കടമുള്ളവർക്ക് ആ കടം ഒക്കെ ഒന്ന് കുറയ്ക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുമെങ്കിലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് നീക്കുവാനായിട്ട് കുറച്ച് കാലം എടുത്തേക്കാം. അങ്ങനെയാണല്ലോ, നമ്മൾ കുറേ കാലമായിട്ടുണ്ടാക്കിയ പ്രയാസങ്ങൾ പെട്ടെന്നൊരു ദിവസം, ഒരു മാസം, ഒരു വർഷം മാറ്റുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ഈ രാശിയിലും ഉണ്ടാകാം. വളരെയധികം പ്രയാസങ്ങൾ കുറച്ചു കാലമായിട്ട് അനുഭവിക്കുന്നവർ. അവർ ചെയ്യേണ്ട കാര്യം മഹാലക്ഷ്മി പ്രീതി വരുത്തുക. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക. മഹാലക്ഷ്മി ക്ഷേത്രം അടുത്തില്ല എന്നുണ്ടെങ്കിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും മഹാലക്ഷ്മിയുടെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക 5 പ്രാവശ്യം. വെള്ളിയാഴ്ചകളിൽ അത് 18 പ്രാവശ്യം ജപിച്ചോളൂ. സാമ്പത്തിക പ്രയാസങ്ങൾ ക്രമേണ കുറയും. അതിൻ്റെ സൂചനകൾ ലഭിക്കുകയും ചെയ്യും. എത്രത്തോളം സമർപ്പണമുണ്ടോ അത്രത്തോളം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം.
അധിക പണച്ചെലവ്, അലച്ചിൽ ഇതൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുവാനുള്ള യോഗവുമുണ്ട്. പ്രതീക്ഷിക്കാത്ത പണച്ചെലവ് വരുന്നത് മൂലം ഇത് എങ്ങനെയായി പണച്ചെലവൊന്ന് മാനേജ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടാകുമെങ്കിൽ തന്നെ ഇത് വളരെ സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. വേണ്ടപ്പെട്ടവരുടെ സഹായം ഉണ്ടാവും, ബന്ധുസമാഗമം ഉണ്ടാവും, പരിചയക്കാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യമുണ്ടാവും, പഴയ പരിചയമൊക്കെ പുതുക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ഇങ്ങനെ പൊതുവെ കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂല ഭാവം വരും. ഈ സ്റ്റാഗ്നേറ്റ് കെട്ടിക്കിടക്കുന്ന വസ്തുക്കളൊക്കെ അല്പം ഒന്ന് സെയിലാകുവാനുള്ള ഭാഗ്യം. അതുകൊണ്ട് ബിസിനസ്സിലൊരു പുരോഗതി ദൃശ്യമാകും. നഷ്ടത്തിലായിരുന്ന ബിസിനസ് ലാഭത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ അനാവശ്യ ചെലവുകൾ അധികം വരുന്നത് കൊണ്ട് നമ്മുടെ ക്യാഷ് ബാലൻസിൽ കുറച്ച് ഡിപ്ലീഷൻ കുറേ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ FD ഒക്കെ നമുക്ക് റിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയോ അല്ലെങ്കിൽ ചെറിയ ലോണോ ഗോൾഡ് ലോണോ ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വരികയോ ഒക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിന് വലിയ വിഷമം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആഘോഷപൂർണ്ണമായിട്ടുള്ള ഒരു വാരത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. പൊതുവേ ചിങ്ങമാസം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ഈ രാശിക്കാർക്കിടാം. രാശിക്കാർക്ക് പ്രത്യേകിച്ച് പ്രകടമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പ്രണയമൊക്കെ വരാനുള്ള സാധ്യതയും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ അല്പം ഒരു അലസതയും തടസ്സവും ഒക്കെ വരാം. പുതിയ കോഴ്സസിന് അഡ്മിഷൻ ലഭിച്ചവർക്ക് അത് വേണ്ട രീതിയിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരാൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ആരുടെ സഹായം വേണ്ട? സരസ്വതി ദേവിയുടെ സഹായമാണ് വേണ്ടത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംസാരിക്കുവാനും പെരുമാറുവാനുമുള്ള ഒരു കഴിവ് സരസ്വതി ദേവി തന്നനുഗ്രഹിക്കട്ടെ. അത് നാവിൻ തുമ്പത്ത് തന്നെ ഉണ്ടാകട്ടെ. ഇത് ഇൻ്റർവ്യൂവിലൊക്കെ ഫേസ് ചെയ്യുന്നവർക്കും അത് സഹായകരമായിരിക്കും. പ്രായമായവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് കുടുംബത്തിനകത്തായാലും പുറത്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യുക്തമായ സമയത്ത് ഔചിത്യത്തോടുകൂടി നമുക്ക് പെരുമാറുവാൻ കഴിയണം. അതിന് സരസ്വതി ദേവി അനുഗ്രഹിക്കും, സംശയം വേണ്ട. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി അടുത്ത ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. എല്ലാ ദിവസവും നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു ഭാഗ്യസുക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ചെറിയ ടെൻഷനും അഭിപ്രായ വ്യത്യാസവും ഒക്കെ വരാനുള്ളൊരു സാധ്യത ഏറെയുള്ള വാരമായതുകൊണ്ട് സംസാരം നിയന്ത്രിക്കണം. നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ സോഷ്യലൈസേഷനൊക്കെ ഒന്ന് കുറയ്ക്കുക. വിദ്യാർത്ഥികൾ പൊതുവെ നിയന്ത്രണം പാലിക്കേണ്ട ഒരു വാരമാണ്. അതായത് ഔട്ടിങ്, പിക്നിക്ക് ഇതിനൊക്കെ അവസരം ലഭിക്കുമെങ്കിലും അതൊക്കെ ഒരു നിയന്ത്രണത്തോടു കൂടി മുന്നോട്ട് പോവുക. രാത്രികാല സഞ്ചാരം ഒഴിവാക്കുക. അതാണ്. 2 വീലർ റൈഡ്, ഡ്രൈവിംഗ് ഒക്കെ കൂട്ടുകാരുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് അത്ര ശുഭകരമായിട്ടുള്ള വാരമല്ല. അതുകൊണ്ട് കൂട്ടുകെട്ടൊന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു താല്പര്യം അത്ര അങ്ങോട്ട് പ്രകടമാകാത്ത വാരമാണ് എന്നുള്ള കാര്യവും അറിയാം. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അല്പം ഒരു ടെൻഷനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധക്കുറവും ഒക്കെ വരാനുള്ള സാധ്യത ഏറെ ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് അനുഗ്രഹം, ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയാം. ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. പ്രയാസങ്ങളൊക്കെ ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ബിസിനസ്സിൽ ഒരു പുരോഗതി ദൃശ്യമാകുമെങ്കിൽ പോലും പണം വരുന്നതിന് ചെറിയ തടസ്സങ്ങൾ പ്രകടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ ചില പ്രയാസങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ബിസിനസ്സിൻ്റെ യാത്ര, പ്രയാണം അത്ര സുഖകരമായിരിക്കണമെന്നില്ല. അതായത് വ്യക്തികളെ കൊണ്ട്, സാഹചര്യങ്ങളെ കൊണ്ട് ഈ പ്രയാസങ്ങൾ നീക്കുവാനായി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ഭദ്രകാളിയുടെ സ്തോത്രം ജപിച്ചോളൂ. പ്രയാസങ്ങൾ വ്യക്തികളെ കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടുമുള്ള പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. വ്യാഴൻ സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുക എന്നൊക്കെ പറയും. അപ്പോൾ വ്യാഴൻ വളരെ 11-ൽ സഞ്ചരിക്കുന്ന കാലത്ത് നമുക്ക് നേട്ടങ്ങൾ വരുന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് നേട്ടങ്ങളുടെ ഒരു സൂചന
ഉണ്ടായിട്ടുണ്ടാകും. ഇത് മാത്രമല്ല കഴിഞ്ഞ 3-4 മാസമായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻകം വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ലംസം, ഇൻക്രിമെൻ്റ് അരിയേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ കുറച്ചു കാലമായിട്ട് ഡിലേഡ് ആയിട്ടുള്ള എന്തെങ്കിലും പണം വന്നു ചേരാനോ ഒക്കെയുള്ള ഭാഗ്യം കഴിഞ്ഞ 3-4 മാസമായിട്ട് ഒന്നുകിൽ അപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ വാരം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതായത് ഒരു അഡീഷണൽ ഇൻകം നമ്മൾ പറയുമല്ലോ, അത് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അല്പം ബാധ്യതയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കർക്കിടകൻ രാശിക്ക് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ബാധ്യതയാണ്. അപ്പോൾ അഡീഷണൽ ഇൻകം ലഭിക്കുകയാണെങ്കിൽ അല്പം നമുക്ക് ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, പുതുവർഷാരംഭമായതുകൊണ്ട് ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ പണവും നമ്മൾ ബാധ്യതകൾ കുറയ്ക്കുവാനായിട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ കുറയ്ക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം. അതായത് ആഡംബരങ്ങൾ വേണ്ട ആഘോഷമാകാം എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നേട്ടങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള ഭാഗ്യമൊക്കെ ഈ വാരം കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അതുകൊണ്ട് വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ജാതകത്തിലെ ബേസിക് ഹൊറോസ്കോപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അത്യാവശ്യം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്തോ ദൂരദേശത്തോ ഒക്കെ കോഴ്സസ് അഡ്മിഷൻ ലഭിക്കുവാനും അതിൽ വിജയം വരിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. പ്രണയിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പ്രണയം അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം വന്നു ചേരാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർഷിപ്പ് വരാം. പാർട്ട്ണർഷിപ്പ് കൊണ്ട് നേട്ടങ്ങളും പുരോഗതിയും ദൃശ്യമാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ പഴയ ബാധ്യതയുള്ളവർക്ക് ചെറിയ പ്രയാസങ്ങൾ, ടെൻഷൻസൊക്കെ ഉണ്ടാവുമെങ്കിൽ അവർക്ക് അത് വളരെ കുറവായിരിക്കും. ഈ രാശിയിൽ ജനിച്ചവർക്ക് വളരെ കുറച്ച് ഒരു നമ്പേഴ്സിനായിരിക്കും പഴയ ബാധ്യതകൾ കൊണ്ട് പ്രയാസങ്ങൾ വരുന്നത്. എന്നാലും വളരെ കാലമായിട്ട് ഒരു അൺസർട്ടൺ പീരീഡ് ആയിരുന്നു എന്നതുകൊണ്ട് ഇപ്പോഴും പണമൊക്കെ അല്പമൊക്കെ പണം വന്നു, പക്ഷേ എന്നാലും ഇത് അങ്ങോട്ട് ശരിയാവുമോ, ഇനിയും ബാധ്യതയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഉണ്ടാകും. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ കേട്ടോ. എല്ലാം ദേവി രക്ഷിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിക്കാർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഭദ്രകാളിയാണ്. ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കാലത്തെ ഭദ്രമാക്കുന്നവൾ ആരോ, അതാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ഭദ്രമാക്കുന്ന കാലം കാളി, ആ സങ്കല്പമാണ്. അപ്പോൾ കാലത്തെ ഭദ്രമാക്കുവാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം ദിവസവും നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക എന്നുള്ളതാണ്. അതായത് ദൂരയാത്രയൊക്കെ ഉണ്ടെങ്കിൽ ബോഡി, ബാക്ക് പെയിൻ, മൈഗ്രെയിൻ പോസിബിലിറ്റീസൊക്കെ കാണുന്നുണ്ട്. ഡ്രൈവിങ്ങും റൈഡിങ്ങും പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഡ്രൈവിങ്ങിലും റൈഡിങ്ങിലും വരാം എന്നുള്ളതാണ്. ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഡ്രൈവിങ്ങും റൈഡിങ്ങും രാത്രികാലം കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിലിയൻ റൈഡർ ആണെങ്കിൽ പോലും വളരെ കൺട്രോൾഡായിട്ട് വേണം പോകാൻ. കൂട്ടുകെട്ടൊക്കെ കഴിയുന്നതും കുറച്ചുകൊള്ളുക. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയുവാനാണ് സാധ്യത എന്നുള്ള കാര്യവും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വേണം മുന്നോട്ട് പോകുവാൻ. വിവാഹ കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള തീരുമാനം, പ്രണയ കാര്യങ്ങളിൽ റോങ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് പ്രണയം ഒക്കെ തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ജീവിത പങ്കാളിയുമായിട്ടും അഭിപ്രായ വ്യത്യാസമോ ഡിസ്റ്റൻസിങ്ങോ ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കുവാനായിട്ടുള്ള ഒരു പ്രാർത്ഥനാക്രമം, ശിവക്ഷേത്ര ദർശനം അത്യാവശ്യമാണ്. ശിവപാർവതി സ്തോത്രം കൂടി ജപിക്കാം എന്നുണ്ടെങ്കിൽ ഗൃഹത്തിനകത്തുള്ള സമാധാനക്കുറവ് പരിഹൃതമാകും എന്ന് മാത്രമല്ല വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രദോഷവ്രതം എടുക്കേണ്ട ഒരു കാലമാണ്. അപ്പോൾ പ്രദോഷവ്രതം എടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് മനസ്സിന് പൊതുവെ ഒരു സമാധാനവും സന്തോഷവും വരും. അത് പൊതുവെ പ്രദോഷവ്രതം ക്ഷേത്രത്തിൽ പോയി തന്നെ അത് അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ മാസം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനവും ആരോഗ്യപ്രയാസങ്ങൾ അകലുവാനും മനസ്സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം.
വാക്കുകൾ കൊണ്ട് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസം, അകൽച്ചയൊക്കെ കുറേ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ്. അകന്നുപോയിരുന്ന ഒരു ബന്ധുക്കളുമായിട്ടുമൊക്കെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് ബന്ധം പുതുക്കുവാനും പഴയ തെറ്റിദ്ധാരണകൾ നീക്കുവാനുമൊക്കെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. ഓഫീസിലും അതുപോലെ കൊളീഗ്സുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു എമോഷണൽ ഡിസ്റ്റൻസിങ്, വൈകാരികമായിട്ടുള്ള അകൽച്ച കുറേയൊക്കെ കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. അത് അത്യാവശ്യമാണ്. ഓഫീസിലൊരു സ്മൂത്തായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ അത്യാവശ്യമാണ്. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലഭിക്കാം. ഒരു ബെറ്റർ പോസ്റ്റിങ്ങിലേക്ക് വരാനുള്ള ഭാഗ്യമുണ്ട്. അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുവാനുള്ള ഒരു യോഗവും കാണുന്നു. അപ്രതീക്ഷിതമായിട്ട് അല്പം പണമോ കോസ്റ്റ്ലി സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കുവാനും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ജയിക്കുവാനോ പ്രിപ്പയർ ചെയ്യുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. ഈ രാശിക്കാർക്ക് പൊതുവേ കണ്ടുവരുന്ന ഒരു മടി അല്പം കുറയുവാനും ഒരു ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോകുവാനും സഹായിക്കുന്ന ഒരു വാരമായതുകൊണ്ട് അത് വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുക. ബിസിനസ്, ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് ഈ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും ലാഭം വന്നു ചേരുവാനും അതുകൊണ്ട് തന്നെ ബാധ്യതകളൊക്കെ ഒന്ന് കുറയ്ക്കുവാനും അല്ലെങ്കിൽ അതൊന്ന് മാനേജ് ചെയ്യുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഈ വാരം വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അറിയുക. ശ്രീകൃഷ്ണ പ്രീതി അത്യാവശ്യം വരുത്തണം. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും കൃഷ്ണ സ്തോത്രങ്ങൾ ജപിക്കുന്നതും നാരായണീയ പാരായണം നടത്തുന്നതും കൊണ്ട് മനസ്സിൻ്റെ ടെൻഷൻസ് പൂർണ്ണമായിട്ടും നീങ്ങി കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാം എന്നുള്ളതാണ്. എല്ലാത്തിലും ഒരു സ്റ്റാഗ്നേഷൻ, ഒരു ഒബ്സ്റ്റക്കിൾ, ഒരു തടസ്സം വരുന്നില്ലേ, അല്ല നമ്മുടെ അടുത്ത തീരുമാനങ്ങൾ കഴിഞ്ഞ കാലത്ത് ശരിയായിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത, ഇതൊക്കെ ഏറെ വരുന്ന ഒരു കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അപ്പോൾ വിവാഹ കാര്യങ്ങളിൽ നമ്മളൊരു തീരുമാനം മനസ്സുകൊണ്ടെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര ഇങ്ങോട്ട് ശരിയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരാം. പ്രണയകാര്യങ്ങളിലും ഇതുപോലെ പ്രണയിക്കുന്നവർക്ക് ഈ ചോയ്സ് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു സംശയം വരാം. പൊതുവെ എല്ലാ കാര്യത്തിലും പുതിയ കോഴ്സസിന് അഡ്മിഷൻ ലഭിച്ചവർക്കും ഈ കോഴ്സ് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയുമോ, അതൊക്കെ പഠിച്ചെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു തോന്നലും വരാം. അതൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ്, വാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഹനുമൽ പ്രീതി അത്യാവശ്യമാണ്. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ഹനുമൽ പ്രീതി വരുത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ഭഗവാന് വെറ്റിലമാല സമർപ്പണം ഉത്തമമാണ്. ഹനുമൽ സ്തോത്രങ്ങൾ ജപിച്ചോളൂ. നമുക്കൊരു ആത്മവിശ്വാസം വരും. എന്തും ചെയ്ത് ശരിയാക്കി എടുക്കുവാനുള്ളൊരു കഴിവ് എന്നിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കുവാനും വിദേശ യാത്രയ്ക്കൊക്കെ പ്ലാൻ ഇട്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വിദേശ ജോലിക്കൊക്കെ വിദ്യാഭ്യാസത്തിന് പ്ലാൻ ഉള്ളവർക്ക് അതിൻ്റെ തടസ്സങ്ങളുമൊക്കെ ഹനുമൽ പ്രീതി കൊണ്ട് മാറ്റിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പല കാര്യങ്ങളിലും അനുകൂലമായിട്ട് ഉള്ള മാറ്റം പ്രതീക്ഷിക്കുക. അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു ജോലി ഉള്ളവർക്കൊരു പ്രൊമോഷൻ സാധ്യതയോ അല്ലെങ്കിൽ പഴയ സാലറി അറിയേഴ്സ് ലഭിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യം കാണുന്നു. കുറച്ചു കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടവർക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങുന്ന ഒരു കാലമാണ്. ചിലർക്ക് വിവാഹ നിശ്ചയത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം വരും. യാത്രകൾ കാണുന്നു എന്നുള്ളതാണ്. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വരാം. പുതിയ പരിചയങ്ങൾ ഉണ്ടാകുവാനുള്ള ഭാഗ്യം, ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരുവാനും ബിസിനസ് രംഗത്ത് ആക്റ്റീവായിട്ടുള്ളവർക്ക് ബിസിനസ്സിലൊരു പ്രോഗ്രസ്സും മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് പുരോഗതിയും മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്ക് യോജിച്ച രീതിയിലുള്ള ജോലിയുമൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. വിദേശ യാത്രയ്ക്കോ ദൂരദേശ യാത്രയ്ക്കോ വിദേശ ജോലിക്കോ ഒക്കെ ഭാഗ്യമുള്ള ഒരു വാരമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഏറെ കാണുന്ന ഒരു വാരമാണ്. നമ്മൾ ഈ അനുകൂലമായിട്ടുള്ള സൂചന എല്ലാ കാര്യത്തിനും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് ഗണപതി പ്രീതി അത്യാവശ്യമാണ്. പഴയ പ്രയാസങ്ങൾ മനസ്സിനെ എപ്പോഴും അലട്ടുന്നുണ്ട് എങ്കിൽ ഈ പ്രാർത്ഥന അത് നീക്കിത്തരും. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം
എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ജപിച്ചോളൂ. നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറും. ഭഗവാൻ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വളരെയധികം ചിന്തകൾ വരുന്ന ഒരു കാലമാണ്, പ്രത്യേകിച്ച് ഈ വാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കക്കുറവ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് എന്ന് നമ്മൾ പറയുമല്ലോ. അല്പം ടെൻഷനോടുകൂടി ഉറങ്ങുവാനും ടെൻഷനോടുകൂടി ഉണർന്ന് എഴുന്നേക്കുവാനും സാധ്യത ഏറെയുള്ളൊരു കാലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ വാരം എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് സുഖകരമായിട്ടുള്ള ഉറക്കം, ശയനസുഖം എന്നാണ് പറയുക ജ്യോതിഷത്തിൽ. അപ്പോൾ അത് അങ്ങോട്ട് ലഭിക്കുവാനായിട്ട് നാരായണീയ പാരായണം, ശ്രീകൃഷ്ണാവതാരം ഭാഗം നാരായണീയ പാരായണം ദിവസവും വേണം. എന്ത് അശുദ്ധി ഉണ്ടെങ്കിലും പാരായണം ചെയ്തോളൂ എന്നുള്ളതാണ്. പിന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പൊന്ന് പ്രാർത്ഥിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതങ്ങോട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. ബിസിനസ്സിലെ ചെറിയ ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, വലിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ് അല്ല, ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ലാഭവും ഒക്കെ പ്രതീക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് അല്പ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് അതൊന്ന് കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം, കുടുംബത്തിന് ആവശ്യം വേണ്ട ആഡംബരങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യം, ലോണൊക്കെ തരപ്പെടാം, അല്ലെങ്കിൽ ചിട്ടി തരപ്പെടാം, ഇങ്ങനെയുള്ള ചെറിയ നേട്ടങ്ങളൊക്കെ കാണുന്നു. വിദ്യാർത്ഥികൾക്കും പഠന കാര്യങ്ങളിലോ പരീക്ഷകളിലോ പുരോഗതി ദൃശ്യമാകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ കാലം വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തടസ്സങ്ങളൊക്കെ നീക്കുവാനും വ്യക്തികളെ കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടുമൊക്കെയുള്ള തടസ്സങ്ങൾ നീക്കുവാനായി ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ജപിച്ചോളൂ എന്നുള്ളതാണ്. സ്ഫുരൽ സഹസ്രാര ശിഖാതി തീവ്രം സുദർശനം ഭാസ്കര കോടി തുല്യം എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ജപിച്ചോളൂ. സകല പ്രയാസങ്ങളെയും ഭഗവാൻ വിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ സാന്നിധ്യത്തിൽ മാറിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. നേട്ടങ്ങളുടെ സൂചന തന്നെയാണ് കാണുന്നത്. പണമൊക്കെ ധാരാളം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അത്യാവശ്യത്തിന് ഒരു ആഡംബരം വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങും. അതായത് അൺഎക്സ്പെക്റ്റഡ് ഇൻകം വരാനുള്ള ഭാഗ്യമുണ്ട്. ദൂരത്തു നിന്നും വരാം, നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ദൂരത്ത് നിന്ന് പണമൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. ദൂരത്ത് നിന്ന് കോസ്റ്റ്ലി പ്രസൻസ് ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. ദൂരയാത്രയ്ക്കുള്ള യോഗമുണ്ട്. യാത്രകളിൽ ആഘോഷം ഉണ്ടാകാനുള്ള ഭാഗ്യവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗവുമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പരിചയക്കാരെയും ബന്ധുക്കളെയും ഒക്കെ കണ്ടുമുട്ടുവാനും ഒക്കെ ഭാഗ്യമുള്ള ഒരു വാരമാണ്. കുടുംബത്തിൽ മംഗളകർമ്മം മാത്രമല്ല, ഈ രാശിയിൽ ജനിച്ചവർക്ക് വിവാഹ നിശ്ചയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, പരീക്ഷകളിൽ വിജയമുണ്ടാകുവാനുള്ള യോഗം, ഇതൊക്കെ കാണുന്നു. പ്രൊഫഷണലായിട്ടുള്ള ഗെയിംസും ഈ വാരം കാണുന്നുണ്ട്. കലാസാഹിത്യം സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി, അവാർഡ്സോ അല്ലെങ്കിൽ റെക്കഗ്നിഷനോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. സാമ്പത്തികമായിട്ടും മെച്ചമാകാനുള്ള ഒരു യോഗം തന്നെയാണ് കാണുന്നത്. വീട് പണി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. വാഹനം വാങ്ങുന്നതിനെക്കുറിച്ചും ചിന്തിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദിവസവും അദ്ദേഹത്തിൻ്റെ മഹാഗണപതിയുടെ സ്തോത്രം ജപിച്ചുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങി തിങ്കളാഴ്ചകളിൽ ഒരു നാളികേരം സമർപ്പിക്കാം എന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. സന്തോഷമായിരിക്കുക. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. അല്പം ഒരു ടെൻഷനുള്ള കാലമാണ്, വാരമാണ് എന്നുള്ള കാര്യം അറിയുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് കഴിഞ്ഞ കാലത്ത് കുറേ പണം അങ്ങോട്ട് ചിലവായി പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചിലവുകൾ, അതായത് ഗൃഹത്തിൽ എന്തെങ്കിലും മെയിൻ്റനൻസ്, റിപ്പയർ, വാഹനത്തിന് മെയിൻ്റനൻസ്, റിപ്പയർ, ഇത്തരത്തിൽ ധാരാളം ക്യാഷ് ഡ്രെയിൻ വന്നിട്ടുള്ള കാലമാണ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴും ആ ക്യാഷ് ഡ്രെയിൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെങ്കിലും ഈ വാരത്തിൽ വരുമാനം വർദ്ധിക്കുന്നതുകൊണ്ട് അത് അത്രത്തോളം അനുഭവവേദ്യമാകില്ല എന്ന് മാത്രമല്ല, ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ വരികയും ഭാവിയിൽ ഈ ബാധ്യതകളൊക്കെ വേണ്ട രീതിയിൽ പരിഹരിക്കുവാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ലഭിക്കുവാനും യോഗമുള്ള വാരമാണ്.
വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അലസത, ശരീരത്തിന് ക്ഷീണം, പഠനകാര്യങ്ങളിൽ താല്പര്യക്കുറവ്, അത് കൂടാണ്ട് കൂട്ടുകെട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ, ഈ രാശിയിൽ ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ, കുട്ടികളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സർക്കിളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ, അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുള്ള കാലമാണ്. ഈ സമയത്താണ് സാമീപ്യം, സൗഹൃദം ഇവയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. പ്രണയത്തിനൊട്ടും നല്ല ഒരു സമയമല്ല. ഫ്രണ്ട്ഷിപ്പ് തന്നെ, സോഷ്യലൈസേഷൻ വളരെ കുറയ്ക്കേണ്ട ഒരു കാലമാണ്. വിവാഹ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ശ്രദ്ധയോടുകൂടി വേണം. കഴിയുന്നതും ഇപ്പോൾ വിവാഹത്തിൽ കാര്യങ്ങളിലെ തീരുമാനങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറെ നല്ലത്. കോൺട്രാക്റ്റ്, എഗ്രിമെൻറ്റ്, വസ്തു വിൽപ്പന, വാങ്ങുക, ഇതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. കാരണം ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുള്ള വാരമാണ് എന്നുള്ളതുകൊണ്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തുക. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഓം ശനൈശ്ചരായ നമഃ. ഇത് ദിവസവും 9 പ്രാവശ്യം ജപിക്കുക. ശനിയാഴ്ചകളിൽ ഇത് 27 പ്രാവശ്യവും ജപിക്കുക. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിക്കുന്നത് കൊണ്ട് ശനിപ്രീതി പൂർണ്ണമാകും. നമ്മുടെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകൾ, അതിനുള്ള സാധ്യതയുള്ള കാലമാണ്. അതുമൊക്കെ നീങ്ങിപ്പോകും. ഡ്രൈവിങ്ങും റൈഡിങ്ങിലും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചെറിയ വീഴ്ച, മുറിവ്, പ്രയാസങ്ങളും ഈ പ്രാർത്ഥന കൊണ്ട് നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറിപ്പോക്കോളും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. കുടുംബത്തിൽ അധിക പണച്ചിലവ്, എന്നാൽ വരുമാനത്തിൽ അല്പം ഒരു ബ്ലോക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന ശുഭാപ്തി വിശ്വാസത്തിൽ അല്പം ഒരു കുറവ് വരാം. അത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ഈ തടസ്സങ്ങൾ താൽക്കാലികം മാത്രമാണ്, അതങ്ങോട്ട് മാറിപ്പൊക്കോളും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്കും ചെറിയ നേട്ടങ്ങൾ, ജോലി, വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ വരുവാനുള്ള ഭാഗ്യമൊക്കെ ഈ വാരം കാണുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷനുള്ള യോഗമുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുവാനോ ദൂരദേശത്ത് വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. എന്നാൽ അലർജി കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഇവ വരുവാനുള്ള സാധ്യത ഏറെ കാണുന്നു എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രായം കഴിഞ്ഞവരൊക്കെ മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമുള്ളവർ അതാത് കാലങ്ങളിൽ മെഡിക്കൽ ചെക്കപ്പ് വേണ്ട രീതിയിൽ എടുത്ത് ട്രീറ്റ്മെൻറ്റ് അവൈൽ ചെയ്യുക. ആരോഗ്യ പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വാരാന്ത്യത്തോടുകൂടി ചെറിയ ജോലിക്കുള്ള ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ അല്പം വരുമാന കൂടുതലിനുള്ള യോഗമോ വേണ്ടപ്പെട്ടവർ സഹായിക്കുന്നത് കൊണ്ടുള്ള ഒരു ആത്മവിശ്വാസമോ സന്തോഷമോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. സന്തോഷമായിരിക്കുക. എല്ലാ പ്രയാസങ്ങളും നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ നാഗരെ വണങ്ങുക. കഴിയുന്നതും ദിവസം ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും ഒരു ശുഭാപ്തി വിശ്വാസവും വന്നു ചേരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി പരിഹാര നിർദ്ദേശങ്ങളും ജപധ്യാനാദികളും ക്ഷേത്രാദി കാര്യങ്ങളും മാത്രമേ ഇവിടെ പറയാറുള്ളൂ. പണച്ചെലവുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങളില്ല. പ്രാർത്ഥന നമ്മളിലൊരു ശുഭാപ്തി വിശ്വാസം, ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, സംബഡി ഈസ് ദെയർ ടു ഹെൽപ്പ് അസ് അല്ലെങ്കിൽ ഹെൽപ്പ് മീ എന്നുള്ളൊരു ഫീല് വരുമ്പോൾ തന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. ആ പ്രാർത്ഥന കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് മോട്ടിവേഷനാണ്. സംബഡി ഈസ് ദാറ്റ് ടു ഹെൽപ്പ് മീ ഓൾ ദി ടൈം ആൻഡ് ഹി ഓർ ഷീ ഈസ് വെരി ക്ലോസ് ടു മീ എന്നുള്ളൊരു ഫീല് വലിയ കാര്യമല്ലേ. ദേവൻ അല്ലെങ്കിൽ ദേവി എന്നോടൊപ്പം ഉണ്ട്, എന്തായാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളത് മനോഹരമായിട്ടുള്ളൊരു ചിന്തയല്ലേ. പ്രാർത്ഥന കൊണ്ട് അത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ളൊരു ദേവതാ സാമീപ്യം നമുക്ക് ലഭിക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് സിദ്ധിച്ചാൽ തീർച്ചയായിട്ടും ജീവിതം അർത്ഥസമ്പുഷ്ടമായി എന്നുള്ള കാര്യം അറിയാം. അവിടെയാണ് ഭക്തിയുടെ സമർപ്പണത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പ്രത്യേകിച്ച് അറിയാം. ഇനി മെയിൽസാണ്. മെയിൽസിലേക്ക് പോകാം. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം,
നക്ഷത്രം ഇവ സഹിതം മെയിൽ ചെയ്യുക. സെലക്റ്റഡ് മെയിൽസിന് ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും. ആദ്യത്തെ മെയിൽ കുമാരി ചിത്ര മയിലാടുതുറൈ എന്നാണ്, തമിഴ്നാട്. കത്ത് ഇംഗ്ലീഷിലാണ്. I am 29, ചതയം നക്ഷത്രം, കുംഭം രാശി, central government employee. Marriage is getting unnecessarily delayed. I don't know why it is getting delayed, because during my 24th year a marriage was fixed and it did not materialize, and so my father, who is sick, is very unhappy. And when am I going to get married? Is there Chuvadosham in my Jadagam? That is what she asked, Kumari Chitra from Mailadurai. Nothing to worry at all. You are going to get married within the next 18 months. Actually, better period starts only from 2025. It is better that you get married in the second half of 2025 or in the first half of 2026. That is the period when you are going to have a very settled life, and you'll be getting a very good marriage, a person who can understand you properly and who can love you properly. That is clearly indicated in the horoscope. But it will be delayed. The delay is due to the Shani presence. And don't worry at all. You'll get a very good marriage and you are going to lead a very happy life. And you will be living in a very distant place from your native place. That is also indicated. You are likely to get income from a foreign country. പറയാറുള്ള ധനലക്ഷ്മി കടൽ കടന്നു വരുന്നൊക്കെയാണ് പറയുന്നത്. I think you follow the statement which I told you just now, because you are a half Malayali. So be happy. Everything is going to come out very well. Be happy and you are going to have a very happy family life. ചിരഞ്ജീവി അനുരൂപ് സിംഗപ്പൂരിൽ നിന്നാണ്, 36 വയസ്സ്, അത്ത നക്ഷത്രം, നേഴ്സാണ്. മെൻ്റൽ ടെൻഷൻ, ഒരു കാരണവുമില്ലാതെ മെൻ്റൽ ടെൻഷൻ വരുന്നു എന്നാണ് ചിരഞ്ജീവി അനുരൂപ് പറയുന്നത്. സ്ലീപ്പ് ഈസ് ഡിസ്റ്റർബ്ഡ്. അതും പാർട്ട്ലി ഇംഗ്ലീഷിലാണ്. കത്ത സ്ലീപ്പ്, ഉറക്കം ശരിയാവുന്നില്ല. ഭയപ്പാടോടുകൂടി ഇടയ്ക്ക് ഉണരുന്നു. രാവിലെയും ടെൻഷനോടുകൂടിയാണ് ഉണരുന്നത്. പോകുമ്പോഴും കുറച്ച് ടെൻഷനുണ്ട്. പിന്നെ ഗൃഹത്തിലാണെങ്കിൽ എപ്പോഴും കലഹമാണ്, അവിടെയും ഒരു സമാധാനവും ഇല്ല. ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഞാൻ പാർക്കിൽ പോയി വളരെ നേരം ഇരുന്ന് ചിന്തിക്കാറുണ്ട് എന്നൊക്കെ ചിരഞ്ജീവി അനുരൂപ് പറയുന്നു. അനുരൂപിന് അത്ത നക്ഷത്രത്തിന് ഇപ്പോൾ ഭേദപ്പെട്ട കാലം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട ഒരു സമയം. ഇപ്പോൾ അത്യാവശ്യം വേണ്ട രണ്ട് തരത്തിലുള്ള പരിഹാരമുണ്ട്, ഭൗതിക പരിഹാരവും ദൈവിക പരിഹാരവും. ഭൗതിക പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ യോഗധ്യാനം ശീലിക്കുക എന്നുള്ളതാണ്. യോഗധ്യാനം ശീലിച്ച് മനസ്സ് നിയന്ത്രണത്തിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അത് വേണമെങ്കിൽ വൈദ്യസഹായം, യു ക്യാൻ കൺസൾട്ട് എ സ്പെഷ്യലിസ്റ്റ്, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള അത്യാവശ്യമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ സ്വീകരിക്കേണ്ട ഒരു കാലമാണ് എന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് മെൻ്റൽ ടെൻഷൻ പൂർണ്ണമായിട്ട് നിയന്ത്രണത്തിലാക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇത് ഭൗതിക പരിഹാരമാണ്. ഇത് ദൈവിക പരിഹാരം എന്ന് പറയുന്ന മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുവാനായിട്ട് നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാരം ഭാഗം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓഡിയോ കേട്ട് നമ്മൾ ഹൃദയസ്ഥമാക്കിയതിന് ശേഷം നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് നിയന്ത്രണത്തിലാക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്തിനാ സംശയം? ബി വെരി ഓപ്റ്റിമിസ്റ്റിക്. യു ആർ ഗോയിങ് ടു ഗോ ഗ്രേറ്റ് ഗൺസ് ഇൻ ലൈഫ് എന്നുള്ളതാണ്. ഒരു ധാരാളം നേട്ടം, അതിനുള്ള ഇനിഷ്യേറ്റീവും ഡ്രൈവും ഒക്കെ ഉണ്ട്, എനർജിയും. സന്തോഷമായിരിക്കുക. ഇനി ശ്രീ കലയധരൻ വർക്കലയിൽ നിന്നാണ്, 52, ആയില്യം നക്ഷത്രമാണ്. ഗൾഫിലായിരുന്നു. അവിടെ വളരെ കാലം ബിസിനസ് ചെയ്തു. അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ വസ്തു വാങ്ങി വീടൊക്കെ വെച്ചു. ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഹോൾസെയിൽ ബിസിനസ്സാണ്. പക്ഷേ ലോക്കൽ എനിമിറ്റിയും പ്രയാസങ്ങളും പലരുടെയും ഇൻ്റർഫറൻസും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ബിസിനസ്സിൽ പലപ്പോഴും ലാഭമുണ്ടായാലും അത് നഷ്ടത്തിലേക്ക് എത്തുന്നു. വളരെയധികം ലാഭമുണ്ട്, എന്നാൽ പോലും കഴിഞ്ഞ ചില കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് ബിസിനസ് പലതും നഷ്ടത്തിലാണ്. പണം പല വഴിക്ക് പോകേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ഇതെങ്ങനെയാണ് അതിജീവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഉത്തരം പറയാൻ ജ്യോതിഷപരമായിട്ട് മാത്രം ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യവുമാണ്. അദ്ദേഹം ആ സിറ്റുവേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ജ്യോതിഷത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്. ദേശം, കാലം, പ്രായം, സ്ഥാനം ഇതറിഞ്ഞതിന് ശേഷമാണ് പരിഹാരങ്ങൾ പറയേണ്ടത്, ഉപദേശം കൊടുക്കേണ്ടതെന്നുള്ളതാണ്.
താങ്കൾക്ക് ജോലിയാണ് നല്ലത്. ബിസിനസ് അത്ര അങ്ങോട്ട് ശുഭമായിട്ടുള്ള കാര്യമല്ല. പണ്ട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇവിടെ 11ാം ഭാവാധിപൻ, ലാഭാധിപൻ എന്ന് പറയുന്ന വ്യയദുരിത സ്ഥാനത്താണ്, 12ലാണ്. അപ്പോൾ എത്ര ലാഭം കിട്ടിയാലും അത് ചെലവിലേക്ക് പോകും, അല്ലെങ്കിൽ അത് ദുരിതത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിക്കണമല്ലോ. അതിനാണല്ലോ ഒരു ദൈവജ്ഞനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് അതിജീവിക്കുവാൻ കഴിയും. 2 കാര്യങ്ങളാണ് പ്രത്യേകം ചെയ്യേണ്ടത്. ഒന്ന്, ഭദ്രകാളി പ്രീതി. എല്ലാ ദിവസവും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന കഴിയുമെങ്കിൽ നടത്തുക. ഭദ്രകാളിയുടെ ഇഷ്ടസൂക്തം ദിവസവും ജപിക്കുക. കേശാഗ്നിങ്കേശി വിഷങ്കേശി ബിഭർത്തിരോദസി കേശി വിശ്വം സ്വർദ്ദവിശേകേശി എന്നൊരു സ്തോത്രമുണ്ട്. അത് ദിവസവും ജപിക്കുക. ചൊവ്വാഴ്ചകളിൽ 27 പ്രാവശ്യം ജപിക്കുക. നേരത്തെ പറഞ്ഞ ശത്രുതാഭാവങ്ങളൊക്കെ, ലോക്കൽ ശത്രുതാഭാവങ്ങളൊക്കെ മാറും. എന്ന് മാത്രമല്ല, ബിസിനസ് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. ഏജ് ഇതാണെങ്കിലും ഇനിയും സ്ഥിര ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. വിദേശത്ത് വേണമെങ്കിൽ ഒന്ന് ജോലിക്ക് ശ്രമിക്കാവുന്നതാണ്. താങ്കൾക്ക് വിദേശത്ത് നിന്ന് വരുമാനം വരാനാണ് യോഗം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരിക്കുക. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോയിക്കോളൂ. കാരണം നല്ലൊരു ഭാവി കാണുന്നുണ്ട്. സന്തോഷമായിരിക്കുക. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും പരിഹാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പരിഹാരങ്ങൾ സമർപ്പണ മനോഭാവത്തോടുകൂടി അനുഷ്ഠിച്ചോളൂ. നമുക്ക് ഐശ്വര്യവും ഒക്കെ ലഭിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും വരും. അതുകൊണ്ട് തന്നെ യുക്തമായിട്ടുള്ള ഡെസിഷൻ മേക്കിങ്ങും പോസിബിളായിട്ട് വരും. നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതിലൊക്കെ നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരാനും, അതുകൊണ്ട് ജീവിതത്തിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേണ്ട രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ഈ ഓണാശംസകൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഈ ഓണം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും, ഐശ്വര്യം വരിക എന്ന് വെച്ചാൽ ആരോഗ്യവും വരുമാനവും ബാധ്യതകളൊക്കെ തീർക്കുവാനും ഈശ്വര സാന്നിധ്യം അറിയുവാനും ബന്ധുസമാഗമവും എല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിരിക്കുക. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ഓം. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.